തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ കൃഷിസ്ഥലത്തിന്റെ വിസ്തീർണത്തിന്റെ കാര്യത്തിലും തേങ്ങയുടെ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിലും ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണുള്ളത്. കൽപ്പവൃക്ഷമായ തെങ്ങ് കേരളത്തിന്റെ കാർഷിക സമ്പദ്ഘടനയിൽ ഒരു സുപ്രധാന പങ്കുവഹിക്കുന്നു. ലക്ഷക്കണക്കിന് കാർഷിക കുടുംബങ്ങൾക്ക് തെങ്ങ് കൃഷി ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യന് ഉപയോഗപ്രദമാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു കാർഷിക വിളയാണെങ്കിലും തെങ്ങ് കൃഷി ഇന്ന് ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദശകങ്ങളായുള്ള നിരന്തര ഗവേഷണത്തിലൂടെ കേരോൽപാദനം മെച്ചപ്പെടുത്തുന്നതിന് പ്രയോജനപ്പെടുന്ന ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾ, ഉൽപ്പന്ന സംസ്കരണ രീതികൾ എന്നിങ്ങനെ വിവിധ സാങ്കേതിക വിദ്യകൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കേര വിപണി നിയന്ത്രിക്കുന്നത് വെളിച്ചെണ്ണയുടെയോ കൊപ്രയുടെയോ വിലയെ അടിസ്ഥാനമാക്കിയാണ്. പക്ഷേ വെളിച്ചെണ്ണയും കൊപ്രയും മാത്രമല്ല, കൽപ്പവൃക്ഷമായ തെങ്ങിൽ നിന്ന് വേറെയും ധാരാളം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നമുക്ക് വിപണനം നടത്താൻ കഴിയും. CPCRIയും KVKയും പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളിലൂടെ ധാരാളം മൂല്യവർദ്ധിത കേരോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരം പരിശീലനങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷകരുടെ കൂട്ടായ്മകൾക്കും അതുപോലെ തന്നെ വനിതാ സ്വാശ്രയ സംഘങ്ങൾക്കും കേരോൽപ്പന്നങ്ങൾ വൈവിധ്യമാർന്ന രീതിയിൽ തയ്യാറാക്കി വിപണിയിലെത്തിച്ച് കൂടുതൽ വരുമാനം നേടാൻ സാധിക്കും. എൻ്റെ പേര് അനീഷസ്. ആലപ്പുഴ ഹരിപ്പാട് ചിങ്ങോലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. കൃഷി വിജ്ഞാന കേന്ദ്രയുടെയും CPCRIയുടെയും സാങ്കേതിക സഹായത്താൽ തേങ്ങയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. സ്ഥാപനത്തിൻ്റെ പേര് കൽപ്പകം എ നാച്ചുറൽ ഫുഡ് പ്രൊഡക്റ്റ്. നമുക്കറിയാം, തേങ്ങയിൽ നിന്ന് വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷി വിജ്ഞാന കേന്ദ്ര ഏകദേശം 40ഓളം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പോലെയുള്ള നിരവധി യൂണിറ്റുകൾ കേരളത്തിൽ ആകമാനം പ്രവർത്തിപ്പിച്ചു വരുന്നു. തേങ്ങയിൽ നിന്നുണ്ടാക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രം പരിചയപ്പെടുത്തുന്നത് ഒന്ന് TL മിക്സ് എന്ന് പറയുന്ന ഉൽപ്പന്നമാണ്. വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തീയലിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ TL മിക്സ് ഉപയോഗിച്ച് തീയൽ ഉണ്ടാക്കാവുന്നതാണ്. തേങ്ങയിൽ നിന്നുള്ള മറ്റൊരു ഉൽപ്പന്നമാണ് ഉരുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് ലഭിക്കുന്ന കക്കൻ എന്ന് പറയുന്ന ആ ഉൽപ്പന്നവും അതോടൊപ്പം തന്നെ ഈന്തപ്പഴവും കപ്പലണ്ടിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കോക്കനട്ട് ലഡു KVK ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കോക്കനട്ട് ലഡു ഞങ്ങൾ നിർമ്മിക്കുന്നു. അധികം ആരും ചെയ്ത് പരിചിതമല്ലാത്ത ഉൽപ്പന്നമാണ് കോക്കനട്ട് ചിപ്സ് എന്ന് പറയുന്ന ഉൽപ്പന്നം. വെളിയിൽ പ്രിസർവേറ്റീവ്സ് ചേർന്ന നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളുള്ളപ്പോൾ യാതൊരുവിധ പ്രിസർവേറ്റീവ് ചേരാത്ത ഒരു ഉൽപ്പന്നമാണ് കൊളസ്ട്രോൾ അടങ്ങിയിട്ടില്ലാത്ത കോക്കനട്ട് ചിപ്സ് എന്ന് പറയുന്ന കൽപ്പകത്തിൻ്റെ കോക്കനട്ട് ചിപ്സ്. തേങ്ങയിൽ നിന്ന് ഉണ്ടാക്കാവുന്ന മറ്റൊരു ഉൽപ്പന്നം എല്ലാവരും ചെയ്യുന്നതാണ് അവലൂസ് പൊടി എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം. തേങ്ങയും ജീരകവും എള്ളും പഞ്ചസാരയും ഒക്കെ അടങ്ങിയ ഏലക്കയും ഒക്കെ അടങ്ങിയ അവലൂസ് പൊടി. കുറുമ മിക്സ് എന്ന് പറയുന്ന മറ്റൊരു ഉൽപ്പന്നം. വെജിറ്റബിൾ ആൻഡ് നോൺ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് കൽപ്പകത്തിൻ്റെ കുറുമ മിക്സ്. അതോടൊപ്പം തന്നെ ഇഞ്ചിക്കറി. മാർക്കറ്റിൽ ഇഞ്ചിക്കറിയായി ലഭിക്കുന്നത് ഏകദേശം 150 ഗ്രാമിന് 46 രൂപ അടുത്ത് ചിലവ് വരുമ്പോൾ ആ തുകയിൽ താഴെ നിന്നുകൊണ്ട് 500 മില്ലിയോളം ഇഞ്ചി തയ്യാറാക്കാവുന്ന ഇൻസ്റ്റൻറ്റ് ഇഞ്ചിക്കറി എന്ന് പറയുന്ന മറ്റൊരു ഉൽപ്പന്നം. പിന്നെ സ്ഥിരപരിചിതമായ ചമ്മന്തിപ്പൊടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ്, നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ വിവിധ പൗച്ചുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെയും 250 ഗ്രാമിൻ്റെയും 500 ഗ്രാമിൻ്റെയും ഒക്കെ തന്നെ പൗച്ചുകൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. തേങ്ങ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തേങ്ങയിൽ മിച്ചമായി വരുന്ന തേങ്ങാവെള്ളം പലപ്പോഴും വെളിയിൽ കളയാൻ ഉപയോഗിക്കുമ്പോൾ അത് ഇവിടെ ഉപയോഗപ്രദമാക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് കോക്കനട്ട് സ്ക്വാഷ് എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം.
ഇതിൽ തേങ്ങ വെള്ളവും ഇഞ്ചി, നാരങ്ങ, നറുനീണ്ടി, രാമച്ചം, ഏലയ്ക്ക എന്നിവ ചേർത്ത് പഞ്ചസാരയും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഈ ഉൽപ്പന്നം വളരെ കൊച്ചു കുട്ടികൾക്ക് പോലും ഉപയോഗപ്രദമാകുന്ന തരത്തിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേരാത്ത ഒരു ഉൽപ്പന്നമാണ്. ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളിലും യാതൊരുവിധ മായമോ പ്രിസർവേറ്റീവോ ചേർക്കാതെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. മുളകും മല്ലിയും ഒക്കെ തന്നെ കടകളിൽ നിന്നും പാക്കേജഡ് ആയിട്ടുള്ള മുളക് പൊടിയോ മറ്റോ വാങ്ങിക്കാതെ നമ്മൾ തന്നെ വാങ്ങിയെടുത്ത് അത് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ, ഇവിടെ പാചകം ചെയ്യുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ, പല വെളിച്ചെണ്ണകളും കവർ വെളിച്ചെണ്ണകൾ വരുമ്പോൾ അതിൽ മെഴുകിൻ്റെ അംശം വരെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ നമ്മൾ സ്വന്തമായി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കൃഷി വിജ്ഞാന കേന്ദ്രയുടെ പ്രൊജക്ട് കോർഡിനേറ്റർ ജിസി ജോർജിൻ്റെയും അതോടൊപ്പം തന്നെ മുരളീധരൻ സാറിൻ്റെയും ഒക്കെ സഹായം ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ചെറിയ മുതൽ മുടക്കിൽ വീട്ടിൽ തന്നെ തേങ്ങാ ചമ്മന്തി പൊടി മുതൽ ഉരുക്ക് വെളിച്ചെണ്ണ വരെ തയ്യാറാക്കി വിപണിയിലിറക്കുന്ന ധാരാളം വീട്ടമ്മമാർ ഇന്നുണ്ട്. കേവലം 40-50 തേങ്ങ സംസ്കരിച്ചാൽ പോലും മോശമല്ലാത്ത വരുമാനം കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നുണ്ട്. നാളികേര വികസന ബോർഡിൻ്റെ നേതൃത്വത്തിൽ ശ്രീമാൻ ടി.കെ. ജോസ് IAS നേതൃത്വത്തിൽ കേരളത്തിൽ നാളികേര കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച നാളികേര ഉൽപ്പാദക സംഘങ്ങൾ, ഫെഡറേഷനുകൾ, കമ്പനികൾ ഇന്ന് വളരെ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ ഇവിടെ എല്ലാ വാർഡുകളും നാളികേര ഉൽപ്പാദകരെ സംഘടിപ്പിച്ചുകൊണ്ട് നാളികേര ഉൽപ്പാദക സംഘങ്ങൾ രൂപീകരിച്ചു. ഇന്ന് 161 നാളികേര ഉൽപ്പാദക സംഘങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 10 സംഘങ്ങൾ ചേർന്നാൽ ഒരു ഫെഡറേഷൻ രൂപീകരിക്കാം. അത്തരം 10 ഫെഡറേഷനുകളിലൂടെ 12 ഫെഡറേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഫെഡറേഷനുകൾ ചേർന്നാണ് നാളികേര ഉൽപ്പാദക കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. കരപ്പുറം നാളികേര ഉൽപ്പാദക കമ്പനി എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. ഏതാണ്ട് അരൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഏരിയയിലെ കൃഷിക്കാരെ 15,000-ന് മുകളിൽ വരുന്ന കൃഷിക്കാർ ഇന്ന് ഈ കമ്പനിയുടെ ഭാഗമാണ്. കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കാൻ കഴിയുന്നിടത്തേക്ക് കൃഷിക്കാരെ വളർത്തിയെടുക്കാൻ വിത്ത് മുതൽ വിപണി വരെ ഇടപെടുന്ന കൃഷിക്കാരുടെ വളരെ പ്രതീക്ഷയുടെ പ്രസ്ഥാനമാണ് കരപ്പുറം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി. ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഉൽപ്പന്നം നീരയാണ്. നീര ഇന്ന് സജീവമായ ചർച്ചയാണ് കേരളത്തിൽ. 2015 ജൂലൈയിൽ പ്രവർത്തനം ആരംഭിച്ച ആലപ്പുഴ കരപ്പുറം നീര പ്ലാന്റ് 1 ഏക്കർ സ്ഥലത്ത് 5000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ പ്ലാന്റിന് പ്രതിദിനം 5000 ലിറ്റർ നീര സംസ്കരിക്കാൻ ശേഷിയുണ്ട്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്നു നീര ടാപ്പിംഗ്. 9 മണിയോടുകൂടി നീരയും വഹിച്ചുള്ള ആദ്യത്തെ വാഹനം എത്തിച്ചേരുകയും അതിൽ നിന്നുള്ള നീര കൂളറായിട്ടുള്ള കളക്ഷൻ ടാങ്കിൽ ഒഴിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതിനെ ആദ്യത്തെ ഫിൽറ്ററിംഗ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. അതിനുശേഷം അത്യന്തം നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ചെറിയ മോളിക്യൂൾ വരെ അരിച്ചെടുക്കുവാൻ സാധ്യതയുള്ള ഒരു മൈക്രോ ഫിൽറ്ററിലൂടെ ഒരു ബാക്ടീരിയയും കടക്കാത്ത രീതിയിൽ രണ്ടാമത്തെ പ്രോസസ്സിംഗ് ടാങ്കിൽ കടത്തിവിടുന്നു. അതിനുശേഷം ഇതിന്റെ ഏറ്റവും സുപ്രധാനമായ പാസ്ചറൈസേഷൻ ടാങ്കിലേക്ക് ഈ നീരയെ കടത്തിവിട്ട് 85 ഡിഗ്രി ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് കുപ്പികളിലാക്കുന്നു. 3 തരം ബോട്ടിലുകൾ ഞങ്ങൾ ഇറക്കുന്നുണ്ട്. 200, 300, 500 മില്ലി ആകർഷകമായ ബോട്ടിലുകളിൽ ശീതളപാനീയമായി ഇന്ന് ഞങ്ങൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും 15ഓളം നേരിട്ടുള്ള ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അണുവിമുക്തമാക്കിയ നീര 200 ml, 300 ml, 500 ml എന്നീ കുപ്പികളിലാക്കി സീൽ ചെയ്ത് ആകർഷകങ്ങളായ സ്റ്റിക്കർ ഒട്ടിച്ച് വിതരണത്തിന് തയ്യാറാക്കുന്നു. സീൽ ചെയ്ത നീര
സാധാരണ താപനിലയിൽ തന്നെ സൂക്ഷിക്കാമെന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ മികവ്. ആലപ്പുഴ ജില്ലയുടെ എല്ലാ ഭാഗത്തും കരപ്പുറം നീര വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം 15ഓളം ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ വിൽപ്പന നടത്തുന്നു. നീര് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകൂടി കർഷകർക്ക് വലിയ ആശ്വാസമായി. കേരളത്തിലെ നാളികേര കൃഷിക്കാർ വലിയ വിഷമത്തിലായിരുന്നു. അത് മാറി. നാളികേരം കൃഷിക്കാർക്ക് നീര് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ 1 ലിറ്റർ നീര് ചെത്തിയാൽ ഞങ്ങളിവിടെ 30 രൂപ കൊടുക്കുന്നുണ്ട്. അതുപോലെ തൊഴിലവസരം വന്നു. നീര് ചെത്തുന്നവർക്ക് 1 ലിറ്ററിന് 50 രൂപ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 4 തെങ്ങിൽ നിന്ന് 16,480 രൂപ ലഭിച്ച കൃഷിക്കാരനിവിടെയുണ്ട്. 35,000 രൂപ മാസം വരുമാനം കിട്ടിയ ടെക്നീഷ്യനുണ്ട്. അപ്പോൾ ടെക്നീഷ്യന് വരുമാനം, തൊഴിൽ കിട്ടുന്നു. അതോടൊപ്പം തന്നെ നാളികേര കൃഷിക്കാർക്ക് നല്ല ആദായം കിട്ടുന്നു. ഇതോടുകൂടി നാളികേര കൃഷിയിലേക്ക് കൃഷിക്കാർ കുറേക്കൂടെ സജീവമായിട്ടുണ്ട്. നഷ്ടപ്രതാപം തിരിച്ചു വരികയാണ്. നാളികേരത്തിൽ ഉറച്ചു നിന്ന്, ആ ഉൽപ്പാദനത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ കൃഷിക്കാരെ പ്രാപ്തമാക്കുന്നു. ഈ കമ്പനി ഇത് ചെയ്യുമ്പോൾ നാളികേര കൃഷിക്കാരുടെ ഓഹരി മൂലധനം കൊണ്ട് രൂപീകരിച്ച കമ്പനി ആയതുകൊണ്ട് അവർ മുതൽ മുടക്കി, കൃഷിക്കാർ മുതൽ മുടക്കി ഉണ്ടാക്കിയ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാഭവിഹിതത്തിന് അവകാശം അവർക്കാണ്. നീര ചെറിയ തോതിൽ വിപണിയിലെത്തിയപ്പോൾ തന്നെ കേര കർഷകരുടെ പോക്കറ്റുകൾ നിറഞ്ഞു തുടങ്ങി. കൊഴുപ്പും കൊളസ്ട്രോളും ഇല്ല എന്നുള്ളത് ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒരു പാനീയമെന്ന നിലയിൽ നീരയെ ആകർഷകമാക്കുന്നു. 5000 ലിറ്റർ ശേഷിയുള്ള പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ 100 കണക്കിന് ടെക്നീഷ്യന്മാരെ ആവശ്യമായി വരുന്നു. 40ഓളം ടെക്നീഷ്യന്മാരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇവരുടെ ലഭ്യതയും പരിശീലനവും തന്നെയാണ് കമ്പനിയുടെ മുന്നിലുള്ള ഏറ്റവും കടുത്ത വെല്ലുവിളി. 6 ആഴ്ചത്തെ പരിശീലനം കൊണ്ട് ഒരാൾക്ക് നല്ലൊരു നീര ടെക്നീഷ്യനാകാൻ കഴിയും. ചെത്തി വരുന്ന നീര, ആ നീരയുടെ pH നോക്കി അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി നല്ല pH ഉള്ള നീരയാണ് ശീതളപാനീയമായി മാറുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് താഴെ പോയാൽ ഞങ്ങളത് അതിൽ നിന്ന് തേനുണ്ടാക്കും, അതിൽ നിന്ന് ചക്കരപ്പാനി ഉണ്ടാക്കും. ആ തേൻ ഉപയോഗിച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കും. അതേപോലെ തന്നെ ആ നീര കെട്ടി നല്ല വിനാഗിരി ഉണ്ടാക്കും. അപ്പോൾ നല്ല പാനീയമാക്കുന്നത് ആ ക്വാളിറ്റി നോക്കിയിട്ടാണ്. pH ലെവൽ ഒരു 5.5 മുതൽ മുകളിലേക്കുള്ള മിനിമം 6 എങ്കിലും pH ഉള്ളതാണ് നല്ല നീര. ആ നല്ല നീരയാണ് ശീതളപാനീയമാക്കി സോഫ്റ്റ് ഡ്രിങ്ക് ആക്കുന്നത്. ബാക്കിയുള്ളവ ഇത്തരം ബൈ പ്രോഡക്റ്റുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളിലൂടെ നീരയുടെ അന്താരാഷ്ട്ര വിപണന സാധ്യത വളരെ വലുതാണ്. നീര 115 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ ചൂടാക്കി വെള്ളം ബാഷ്പീകരിച്ചു കളഞ്ഞതിന് ശേഷം കോക്കനട്ട് ഷുഗർ ഉണ്ടാക്കുന്നു. ദ്രവരൂപത്തിലുള്ള നീര സിറപ്പ് രൂപത്തിലാക്കി ഈ സിറപ്പ് തുടർച്ചയായി ഇളക്കി കുറുക്കുന്നു. തണുക്കുമ്പോൾ കട്ടിയായി തരികളാകുന്ന ഇത് അരിച്ച് ഒരേപോലുള്ള തരികൾ വേർതിരിച്ച് ഷുഗർ ഉണ്ടാക്കുന്നു. 6.5 മുതൽ 7 വരെ pH ഉള്ള നീര സാവധാനം ചൂടാക്കിയാണ് തെങ്ങിൻ ചക്കര ഉണ്ടാക്കുന്നത്. 6 മുതൽ 6.5 വരെ pH ഉള്ള നീരയിൽ നിന്നുണ്ടാക്കുന്ന ഉപോൽപ്പന്നമാണ് കോക്കനട്ട് ഹണി. 35 ലിറ്റർ നീരയിൽ നിന്നും 3.5 ലിറ്റർ ഹണി നമുക്ക് ലഭിക്കുന്നു. കൂടാതെ നീരയിൽ നിന്ന് വിവിധതരം ചോക്ലേറ്റുകളും കരപ്പുറം നീര പ്ലാന്റ് നിർമ്മിക്കുന്നു. മറ്റുള്ള പാനീയങ്ങളെ പോലെയല്ല നീരയെ ആളുകൾ സമീപിക്കുന്നത്. നീര ഒരു ആരോഗ്യ പാനീയമാണ്. അതുകൊണ്ട് അതിന് മഴക്കാലമൊന്നുമില്ല, ഉഷ്ണകാലമൊന്നുമില്ല, ശൈത്യകാലമൊന്നുമില്ല. ആരോഗ്യ പാനീയമായതുകൊണ്ട് ഏത് കാലത്തും കഴിക്കാം. വിലയെ സംബന്ധിച്ചും ആളുകൾക്ക് തർക്കമില്ല. കാര്യം പ്രകൃതിദത്തമായിട്ടുള്ള തെങ്ങിൻ്റെ പിരിയാത്ത പൂങ്കുലിൽ നിന്നും ചെത്തിയെടുക്കുന്ന ജ്യൂസാണ്, തേനാണ് നീര എന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിൽ മായമില്ല, കലർപ്പില്ല, മറ്റൊന്നുമില്ല. ഏറ്റവും പ്രകൃതിദത്തമായ ശുദ്ധമായ പാനീയമായതുകൊണ്ട് അതിനെ പറയുന്ന വില തരാൻ ആളുകൾ തയ്യാറാണ്. വിലയെക്കുറിച്ച് തർക്കവിധം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഏത് കാലാവസ്ഥയിലും ആളുകൾ ഒരു മടുപ്പ് കാണിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും കുടുംബസമേതം വന്ന് വാങ്ങിക്കഴിക്കുന്നത് 0% ആൽക്കഹോളാണ്. 1% പോലും ലഹരിയില്ല. എന്നാൽ നിറയെ പോഷക അംശമുണ്ട് എന്നുള്ളതുകൊണ്ട് ആളുകൾ സ്വീകരിക്കുന്നുണ്ട്.
നീരയുടെ കടന്നുവരവ് തെങ്ങ് കൃഷിക്ക് മാത്രമല്ല സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് പൊതുവെ ഉണർവ് പകരും എന്നുള്ളതിൽ സംശയമില്ല. ഗൾഫിൽ പോയി മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന യുവാക്കൾക്ക് ഒരു സന്ദേശം കൂടിയാണ് നീര ടെക്നീഷ്യന്മാർ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ഒരേപോലെ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന നീര ദൈവത്തിന്റെ മറ്റൊരത്ഭുതമായാണ് കാണുന്നത്. തെങ്ങ് ലോകത്തെമ്പാടുമുള്ള ഫലവൃക്ഷങ്ങളിൽ ഏറ്റവും ആദായം നൽകാൻ കഴിവുള്ള വിളയാകാനുള്ള സാധ്യതയാണ് ഇവിടെ വഴി തുറക്കുന്നത്. നീരയിൽ നിന്ന് ഒരു പടുകൂറ്റൻ വ്യവസായ ശൃംഖലയും തെങ്ങ് കൃഷിയിൽ ഒരു ജനകീയ മുന്നേറ്റവും രൂപപ്പെടുന്നതിന് 2015 സാക്ഷിയാകട്ടെ.